നമസ്കാരം. ജൂൺ 25 നാളെ ആഷാഢ അമാവാസിയാണ്. അമാവാസിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നേ ദിവസം ചില കാര്യങ്ങൾ അമാവാസി ദിവസം ചെയ്യുന്നത് അത് ആ വീടിനും ആ വീട്ടിലെ അംഗങ്ങൾക്കും പ്രത്യേകിച്ചും ആ വീട്ടിലെ സ്ത്രീജനങ്ങൾക്ക് അനുകൂലമായി തീരില്ല എന്നുള്ളതാണ്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനാൽ നാളത്തെ ദിവസം ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. നാളെ ചില നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ശുഭകരമല്ല. അതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ നക്ഷത്രക്കാർ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിലൂടെ ദോഷഫലങ്ങൾ കുറയുന്നതുമാണ്. ആ കാര്യങ്ങൾ തീർച്ചയായും അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുളി. നാളെ എണ്ണ തേച്ചുള്ള കുളി പാടില്ല എന്നാണ് പറയുക. അതിനാൽ ഇന്നേ ദിവസം, അതായത് ജൂൺ 25 അമാവാസി ദിവസം എണ്ണ തേച്ചുള്ള കുളി നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം കുളിക്കാതിരിക്കരുത് എന്നുള്ളതാണ്. അതിരാവിലെ കുളിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതും ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങളിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. അതിനാൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം അതിരാവിലെ ഉണർന്ന് കുളിച്ച് ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും കൂടുതൽ ശുഭകരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും. മറ്റൊരു കാര്യം ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നേ ദിവസം കട്ടിയുള്ള ആഹാരം കഴിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിവതും മാംസം, മത്സ്യം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം ഒഴിവാക്കുന്നത് കൂടുതൽ ശുഭകരമായ ഒരു കാര്യമായി തീരും. പല കാര്യങ്ങൾ കൊണ്ടും ഒരു വ്യക്തിക്ക് നിയന്ത്രണം വിട്ടുപോയി എന്ന് വരാം, അഥവാ ദേഷ്യം ആ വ്യക്തിയിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം. തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്കുള്ള പ്രവണത വർദ്ധിക്കുന്നതായ ഒരു ദിവസമാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ ദോഷകരമായ ഫലം നൽകും. അതിനാൽ ഇന്നേ ദിവസം തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പഴകിയ ആഹാരം നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിനാൽ ഇന്നേ ദിവസം തന്നെ അത്തരം ആഹാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നാളെ അതിരാവിലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വീടുകളിൽ പാടില്ല എന്നുള്ളതാണ്. പൊട്ടിയ പാത്രമുണ്ട് എങ്കിൽ അതിൽ ഒരിക്കലും ആഹാരം കഴിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നെഗറ്റീവായ ഊർജം ഇരട്ടിപ്പിക്കുന്നതിന് ഈ ദിവസം നിങ്ങൾക്ക് കൂടുതലായും അത്തരം നെഗറ്റീവ് ഊർജങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അത് ആ കുടുംബത്തിലെ അംഗങ്ങൾക്കും ദോഷമായി ഭവിക്കുന്ന കാര്യമാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ പലപ്പോഴും വീടുകളിൽ കൂട്ടിയിട്ടിട്ടുണ്ടാകാം. ജോലി തിരക്കുള്ള വ്യക്തികൾക്ക് അത്തരത്തിൽ എല്ലാ ദിവസവും വസ്ത്രങ്ങൾ കഴുകുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ നാളത്തെ ദിവസം ഇപ്രകാരമായതിനാൽ തന്നെ ഇന്നേ ദിവസം തന്നെ നിങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കീറിയ വസ്ത്രങ്ങളുണ്ട് എങ്കിൽ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നതും നെഗറ്റീവ് ഊർജത്തെ കൂടുതൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും. നിങ്ങളിലെ ഈശ്വരാധീനത്തിന് കോട്ടം സംഭവിക്കും എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. ഇന്നേ ദിവസം വീടുകളിൽ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും കുഴികൾ കുഴിക്കേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ് ശുഭം. നാളത്തെ ദിവസം ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമല്ല. അത് നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും
ആ കുടുംബാംഗങ്ങൾക്കും ദോഷകരമായ കാര്യം തന്നെയാകുന്നു. അതിനാൽ കുഴി കുഴിക്കരുത് എന്ന കാര്യം ഓർക്കണം. ചെടി വെട്ടാനോ മരങ്ങൾ ഇന്നേ ദിവസം വെട്ടാനോ പാടില്ല എന്നാണ് പറയുക. അതിനാൽ അത്തരം കാര്യങ്ങളും ഇന്നേ ദിവസം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, ജൂൺ 25 തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ശുഭമായി ഭവിക്കുക. ഇന്നേ ദിവസം കടം വാങ്ങാൻ പാടുള്ളതല്ല. ആ കാര്യം അല്പമൊന്ന് ശ്രദ്ധിക്കണം. അത് എണ്ണയാണ് എങ്കിലും അതല്ല എള്ളാണ് എങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ വാങ്ങുവാൻ പാടുള്ളതല്ല. അതായത് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുവാൻ പാടുള്ളതല്ല. കൂടാതെ ഇന്നേ ദിവസം കടം നൽകുന്നതും നിങ്ങൾക്ക് അത്ര ശുഭകരമായി ഭവിക്കുന്നതല്ല. എന്നാൽ ദാനം നൽകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഉപ്പ്, നെയ്, പഞ്ചസാര, അരി, കടുക്, മധുരം എന്നിവ ഇന്ന് കടമായി നൽകുന്നതും നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. എന്നാൽ ആവശ്യമുണ്ട് എങ്കിൽ, അത്രമേൽ ആവേശത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വപരമായി ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാവുന്നതുമാണ്. എന്നാൽ അല്ലാത്തതായ സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അത് ദോഷകരമായി ഭവിക്കാം. പൊട്ടിയ ചെരുപ്പ് നിങ്ങൾ ധരിക്കുന്നത് പൊതുവിൽ ദോഷകരമായ ഒരു കാര്യമാണ്. അത് ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇരട്ടി ദോഷമായി മാറുകയാണ് ചെയ്യുക. അതായത് ഇരട്ടിയായി തന്നെ തിരിച്ചടികൾക്ക്, ശനികോപത്തിന് അത് കാരണമായി തീരാം. അതിനാൽ അത്തരം ചെരുപ്പുകൾ ഒന്നുകിൽ അത് ശരിയാക്കുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ അവ ഒഴിവാക്കി പുതിയ ചെരുപ്പ് വാങ്ങുന്നതായിരിക്കും ശുഭം. പകൽ പലരും ഉറങ്ങുന്നവരാണ്. ചിലർക്ക് പകൽ ഉറങ്ങാനായിരിക്കും സാധിക്കുക. കാരണം രാത്രി പലവിധ ജോലികൾ, അതായത് അവരുടെ ജോലി സമയം രാത്രിയാകാം. അത്തരത്തിലുള്ളവർക്ക്, അതായത് രാത്രി ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ പകലാണ് നിങ്ങൾക്ക് ഉറങ്ങുവാൻ അവസരമുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം, അതിൽ തെറ്റില്ല. അല്ലാത്ത വ്യക്തികൾ പകൽ സമയങ്ങളിൽ ഉറങ്ങുന്നത് ശുഭമല്ല, പൊതുവിൽ ശുഭമല്ല. ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് കൂടുതൽ ദോഷമായാണ് ഭവിക്കുക. അത് നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം നിങ്ങളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം. ഈശ്വരാധീനത്തിന് കോട്ടം സംഭവിക്കാം. പലവിധ ആകുലതകൾ, ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, വിഷമതകൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ദൗർഭാഗ്യം പോലും പലപ്പോഴും വേട്ടയാടി എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും അതിരാവിലെ ഉണരുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കണം. അതിരാവിലെ തന്നെയാണ് ഉണരേണ്ടത്. പ്രത്യേകിച്ചും സൂര്യോദയത്തിന് മുൻപായി തന്നെ നിങ്ങൾ ഉണരണം. രാവിലെ 8 മണിക്ക് മുൻപായി തന്നെ കുളിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. രാവിലെ 8 മണിക്ക് ശേഷമുള്ള കുളി അത് രാക്ഷസ സ്നാനമാണ്. അതിനാൽ അതിന് നിൽക്കേണ്ട എന്നാണ് ഏവരും ഓർക്കേണ്ടത്. അതിനു മുൻപ് തന്നെ നിങ്ങൾ കുളിക്കുക. ക്ഷേത്ര ദർശനം ഇന്നേ ദിവസം ഏറ്റവും അനിവാര്യമാണ്. എന്നാൽ ചിലരുടെ ജീവിത സാഹചര്യം അവർക്ക് ഈ കാര്യങ്ങൾ അനുകൂലമാക്കണം എന്നില്ല. അതായത് ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാതെ വരാം. അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലാണ് എങ്കിലും ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷവുമാണ്. ആ കാര്യം ചെയ്യുക. പൂജാമുറിയിൽ പഴകിയ തിരി, തീപ്പെട്ടി കൂടാതെ ഉണങ്ങിയതായ പൂക്കൾ, ഇലകൾ ഉണ്ട് എങ്കിൽ അവ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ അത്തരം കാര്യങ്ങൾ ആരും ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾക്ക് കളയാവുന്നതാണ്. പഴകിയ തിരി, സാമ്പ്രാണി പുകയ്ക്കുന്നതിനോടൊപ്പം കത്തിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതുമാണ്. അതിനാൽ ഈ കാര്യവും ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഹൃദയഭാഗം എന്ന് തന്നെ പരാമർശിക്കുന്ന അടുക്കള. അടുക്കളയിൽ ലക്ഷ്മി ദേവി, വരുണദേവൻ, അന്നപൂർണേശ്വരി ദേവി, ഗണപതി എന്നീ ദേവതകൾ കുടികൊള്ളുന്നതുമാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും അടുക്കള കൂടുതൽ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ ഒരിക്കലും നെഗറ്റീവ് ഊർജം ബാധിക്കുന്ന വസ്തുക്കൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുക. അത് പൊട്ടിയ പാത്രങ്ങളാകാം, ചൂലാകാം, ചെരുപ്പാകാം, മരുന്നാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും, അതായത് ശുദ്ധിയോടെ തന്നെ അടുക്കള സൂക്ഷിക്കണം. എച്ചിൽ പാത്രങ്ങൾ പാടില്ല എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും
അടുക്കള തുടച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ചെയ്യുന്നതിലൂടെ അമാവാസി മൂലം വന്നു ചേരാവുന്ന നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം പൂർണ്ണമായും കുറയ്ക്കുവാനും വീടുകളിൽ പോസിറ്റീവ് ഊർജവും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അത് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.